ഹലോ നമസ്കാരം, ഒലവളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റഡി അബ്രോഡ് നല്ലതാണോ? ഇപ്പോഴും UK പഠിക്കാമോ, കാനഡയിൽ പഠിക്കാമോ, ഓസ്ട്രേലിയയിൽ പഠിക്കാമോ? ഇപ്പോഴും പഠിച്ചാലും ഓക്കെ ആണോ? നമ്മളൊരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇതൊരു നല്ല ഓപ്ഷനാണോ? അതായത് ഒത്തിരി പേര് ഇപ്പോൾ വിദേശത്ത് പഠിച്ചിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നൊരു സമയമാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ സന്ദർഭത്തിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പുറത്ത് നല്ലതാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഇപ്പം ചേട്ടനോ ചേച്ചിയോ കസിനോ ഒക്കെ UK ന്യൂസിലൻഡിലോ ഒക്കെ പഠിക്കാൻ പോയിട്ട് ഇനി സിബ്ലിങ്സിന് എന്താണ് ഓപ്ഷൻ? അവർ ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടൊരു പർപ്പസ് ഉണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കുറേ എൻക്വയറീസ് വരുന്നുണ്ട് ഓസ്ട്രേലിയയിലേക്ക് തന്നെ പഠിക്കാൻ ആഗ്രഹവുമായിട്ട്. പക്ഷേ നമുക്കറിയാം ഓസ്ട്രേലിയയുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് വളരെ ടഫാണ്. എല്ലാവർക്കും എലിജിബിൾ ആവാൻ പറ്റില്ല. നമുക്ക് ITR ഡോക്യുമെൻറ്റ്സ്, ഇൻകം പ്രോപ്പറായിട്ട് കാണിക്കണം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രൊഫൈലുകളും നമുക്ക് ഓസ്ട്രേലിയക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്ലിയർ ആവാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഞാൻ പറയുന്ന വീഡിയോയിൽ. UK, കാനഡ, ന്യൂസിലൻഡ് ഒക്കെ നല്ല ഓപ്ഷൻ തന്നെയാണ്. എങ്ങനെ ആയിരിക്കണം നമ്മളവിടെ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയ കിട്ടാത്തത് കൊണ്ട് വിഷമിക്കേണ്ട. ദോസ് കൺട്രീസ് ആർ ഓൾസോ ഗുഡ്. എവറി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ്സ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പോകണം ഈ വീഡിയോയിൽ. മൊത്തം വീഡിയോ ഒന്ന് കാണാൻ ഞാൻ ചുരുക്കി സംസാരിക്കാം. ഓക്കെ, ഹൗ ടു സ്റ്റഡി ഇൻ UK. ഇപ്പോൾ UK പഠിക്കാൻ പോകുന്നവർ എങ്ങനെ കോഴ്സ് എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏറ്റവും ചാൻസ് ഉള്ള മേഖലകൾ ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ടീച്ചിങ്, എൻജിനീയറിംഗ്, IT ഇതൊക്കെ UK നല്ലതാണ്. പഠിക്കുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഒരു 500 റാങ്കിങ്ങിൽ താഴെയുള്ള യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഓസ്ട്രേലിയൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ തന്നെ കിട്ടും. നമുക്കറിയാം ചെറിയ യൂണിവേഴ്സിറ്റികൾ നമുക്ക് സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്കോളർഷിപ്പ് കൊടുത്തും ഏജൻസിന് നല്ല ഓഫറും കൊടുത്തും മിക്ക കുട്ടികളും അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിലേക്കാണ് പോകുന്നത്. പലപ്പോഴും QS റാങ്കിങ് ഇല്ലാത്ത പ്രോഗ്രാംസിലേക്കാണ് നമ്മളുടെ കുട്ടികൾ ക്ഷണിക്കപ്പെടുന്നത്, അല്ലെ അങ്ങനെ പോകാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ എന്താ സംഭവിക്കുന്നത്? ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുറവാണ്. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ക്രൗഡ് അങ്ങനെയുള്ള കുട്ടികളോടും കൂടെയാണെന്ന് ഓർക്കണം. എപ്പോഴും നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവൽ ബെറ്റർ ആയിരിക്കും. തീർച്ചയായും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 2 തരം സ്റ്റുഡൻസ് ഉണ്ട്. പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളവരുണ്ട്. ചിലപ്പോൾ നല്ല പേഴ്സണാലിറ്റി സ്കിൽസ് നല്ലതായിരിക്കും. ചിലപ്പോൾ പഠിക്കാൻ അത്രയും ടോപ്പ് ലെവൽ അല്ലെങ്കിൽ പോലും ചിലപ്പോൾ പേഴ്സണാലിറ്റി സ്കിൽസ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെറ്റ്വർക്ക് ചെയ്ത് ജോബിലേക്ക് ലാൻഡ് ചെയ്യുന്നവരും കാണും. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഫേവറബിൾ എന്ന് നോക്കിയെടുക്കുക. പക്ഷേ എന്തെടുത്താലും നിങ്ങൾ നോക്കുന്നത് 500 താഴെ റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് നല്ല മേഖലകളിലേക്ക് ലാൻഡ് ചെയ്യാം. ഇനി പോയിട്ട് PR കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ IIT, IIM പോലെയുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ കിട്ടുന്ന ചാൻസ്, അതിന് എത്രത്തോളം കോമ്പറ്റീഷൻ നേരിട്ടിട്ടായിരിക്കും അല്ലേ അവിടേക്ക് അഡ്മിഷൻ കിട്ടുന്ന. പലരും 6ാം ക്ലാസ് മുതൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. കോട്ട പോലെ രാജസ്ഥാനിലുള്ള സ്ഥലത്ത് പോയി ട്രെയിനിങ് എടുക്കുകയും അല്ലെങ്കിൽ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തും ഒക്കെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ നേരിട്ടിട്ട് പലർക്കും കിട്ടിയെന്നും വരത്തില്ല. കിട്ടിയാൽ നല്ലത്. കിട്ടാത്തവരെ സംബന്ധിച്ച് അതിനെ ബീറ്റ് ചെയ്യുന്ന റാങ്കിങ് ഉള്ള ബെറ്റർ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ സാധിക്കും. UK, ന്യൂസിലൻഡിലും, ഓസ്ട്രേലിയയിലും, കാനഡയിലും ഒക്കെ തന്നെ. നിങ്ങളൊരു കോളേജിൽ പോയി പഠിക്കാതെ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റും. ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഓസ്ട്രേലിയ പോലെ ടൈറ്റ് അല്ല. അപ്പോൾ ഓസ്ട്രേലിയ മതി എന്ന് മാത്രം പറഞ്ഞു വരുന്നവരോടാണ് എനിക്ക് ഈ വീഡിയോ. ഓസ്ട്രേലിയ മാത്രമല്ല, ഇങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. തീർച്ചയായും നല്ല യൂണിവേഴ്സിറ്റിയും നല്ല പ്രോഗ്രാമും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കില്ല. PR കിട്ടിയില്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ദുബായിലും സിംഗപ്പൂരിലും ഗ്ലോബൽ സിറ്റീസിലും ജോലി ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ പഠിച്ചാൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയേക്കാളും ബെറ്റർ തന്നെയാണ് അവിടെ. അപ്പോൾ ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ്, definitely try for it. Or else if you are aiming for good universities like IIT, IIM, VIT ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലതാണ്. ഓട്ടോണമസ് യൂണിവേഴ്സിറ്റീസിനെ ഞാൻ വിലർച്ച കാണിക്കുന്നില്ല. നാട്ടിലും ഓട്ടോണമസ് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ വരുന്നുണ്ട്. അവിടെയൊക്കെ പഠിച്ചാലും നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റീസിൻ്റെ ക്യാമ്പസുകൾ ദുബായിൽ, സിംഗപ്പൂർ, മലേഷ്യയിലും ഒക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അതൊന്നും നടക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പോളണ്ട്, അസർബൈജാൻ ഇങ്ങനെയുള്ള കൺട്രീസിനെ പറ്റി ചിന്തിച്ചാൽ മതി എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. കാരണം അതൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. നമ്മുടെ ഇന്ത്യയുടെ പോലത്തെ അത്രയും സാമ്പത്തിക ശേഷിയേ ഉള്ളൂ ഈ കൺട്രീസിനൊക്കെ. അപ്പോൾ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. NDTVയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം 28% സ്റ്റുഡൻസിൻ്റെ ഡ്രോപ്പാണ് UK ഉണ്ടായിരിക്കുന്നത്. US വലിയൊരു ഡ്രോപ്പാണ്. ഓസ്ട്രേലിയക്ക്
സ്റ്റുഡൻസിൻ്റെ നമ്പറിൽ വലിയൊരു ഡ്രോപ്പ് കാണുന്നില്ല. പക്ഷേ വിസ റെഗുലേഷൻസ് ടൈറ്റ് ആണ്. കാരണം US-ൽ നിന്നും ഒക്കെ വരുന്ന ആപ്ലിക്കേഷൻസ് ഓസ്ട്രേലിയയിലേക്ക് ഡൈവേർട്ടായി വരുന്നതുകൊണ്ടാണ് അത്ര ഇമ്പാക്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഓസ്ട്രേലിയയുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് വളരെ ടൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിലേറ്റഡ് ടു സ്റ്റഡി അബ്രോഡ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട. സ്റ്റഡിങ് ഇൻ UK, കാനഡ ഈസ് ഓൾ ഗുഡ് ഓപ്ഷൻസ്, ബട്ട് യു നീഡ് ടു നോ വിച്ച് കോഴ്സ് ടു സെലക്ട്. That's all for today's video. Thank you and have a nice day.